ഇന്ന് ഫൈനലാണല്ലേ? അർജന്റീനയും സ്പെയിനും തമ്മിൽ ആണോ? അല്ല, ഞാൻ പറയുന്നു അല്ലെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇയാളുടെ തലയ്ക്ക് വട്ടാണെന്നോ. അല്ല, എസ്പാനയും അർജന്റീനയും തമ്മിലാണ്. അത് തമ്മിലാണ്? എസ്പാനയും അർജന്റീനയും തമ്മിലാണ്. അർജന്റീന, അർജന്റീന അല്ല. നമ്മൾ ജി കൂട്ടി പറയുള്ളൂ. അവരുടെ രാജ്യത്ത് അങ്ങനെ പറയില്ല. എസ്പാന എന്നാണ് സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ശരിയായ പേര്. ഇംഗ്ലീഷുകാരാണ് എസ്പാനയ്ക്ക് സ്പെയിൻ എന്നുള്ള പേരിട്ടത്. ഇനി ഞാനും അർജന്റീന എന്ന് തന്നെ പറഞ്ഞേക്കാം. ഈ അർജന്റീന എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റെ പേരപ്പൻ്റെ മകനാണ് എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നടക്കുന്നത്. പണ്ട് തൊട്ടേ എന്തോ അതുമായി നല്ല പരിചയമായിരുന്നു, അതുകൊണ്ട് ഞാൻ അർജന്റീന ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. എന്നെപ്പോലെ തന്നെ ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ടുണ്ട്. നമ്മൾ എന്നോട്ടാണ് ഈ അർജന്റീനയെ കാണാൻ തുടങ്ങിയത്? 1986 നമ്മൾ ശരിക്കും ഈ രാജ്യത്തെന്ന് അറിയുന്നത്. അതിനു മുമ്പ് 78 അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. 82 കളിയിൽ അവർ സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഔട്ടായി. മരഡോണ നമ്മളെന്ന് പറയും. മരഡോണയല്ല, മാരാഡോന എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ പേര്. 1986 ഈ കളി ജയിച്ചപ്പോൾ തൊട്ടാണ് നമ്മൾ ഈ അർജന്റീനയെ മനസ്സിലേക്ക് എടുക്കുന്നത്. 4 വർഷം കഴിഞ്ഞപ്പോൾ ജർമ്മനിയെ തോൽപ്പിച്ച ഈ അർജന്റീന തിരിച്ച് അവരിൽ നിന്ന് തന്നെ തോൽവി ഏറ്റുവാങ്ങി അടുത്ത വേൾഡ് കപ്പിൽ. പിന്നെ അവർ ജയിക്കുന്നത് 2022 2022 ഫ്രാൻസിനെതിരെ. അവർ ഇതാ വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1986 ശേഷം ഈ അർജന്റീനയ്ക്ക് കാര്യമായ ജയങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ 86 വരെ നമ്മളൊക്കെ ആരുടെ ഫാനായിരുന്നു? ബ്രസീലിൻ്റെ ഫാനായിരുന്നു. കാരണം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പെലെ എന്ന സൂപ്പർ സ്റ്റാറിനെ കുറിച്ച്. അതുകൊണ്ട് ആണ് നമ്മളെല്ലാവരും ബ്രസീലിൻ്റെ ഫാനായിട്ട് മാറിയത്. ഏതായാലും 86 മുതൽ നമ്മൾ അർജന്റീനയുടെ ഫാനായിട്ട് മാറി. ഇപ്പോഴും ബ്രസീൽ ഫാൻസൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ എസ്പാനയും ഒരു തവണ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. 2010 അത്. ഈ സീസണിൽ ഈ 26 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതാരാണ്? എംബാപ്പയാണ്. മിനിഞ്ഞാന്ന് വരെ 8 ഗോളുകളായിരുന്നു എംബാപ്പയും മെസ്സിയും അടിച്ചത്. പക്ഷേ ഇന്നലത്തെ കളിയിൽ ആ ലൂസേഴ്സ് ഫൈനലുണ്ടല്ലോ, അതിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിച്ചങ്ങ് താങ്ങുമായിരുന്നു. 6-4 സ്കോർ. അതിൽ 2 ഗോൾ അടിച്ചത് എംബാപ്പയാണ്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളായിട്ട് എംബാപ്പ ഇപ്പം മാറിയിരിക്കുകയാണ്. ഇന്ന് മെസ്സിക്കൊരു അവസരമുണ്ട്. 2 ഗോൾ അടിക്കാൻ പറ്റുമോ? എല്ലാ മെസ്സി ഫാനുകളുടെയും ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം. ഇനി 7 ഗോൾ വീതം അടിച്ച് വേറെ 2 പേരുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, ഇംഗ്ലണ്ടിൻ്റെ കളിക്കാരൻ. നോർവേയുടെ കളിക്കാരനായ എർലിംഗ് ഹാലൻഡ് ഉണ്ട്. 7 വീതമാണ്. 1986 ആ വലിയ കളിയുണ്ടല്ലോ, അന്ന് 24 ടീമും ഉണ്ടായിരുന്നുള്ളൂ ഈ വേൾഡ് കപ്പ് കളിക്കാനായിട്ട്. 2022 ആയപ്പോഴേക്കും ഖത്തർ വെച്ച് നടന്ന വേൾഡ് കപ്പ്, അവിടെ 32 ടീം കളിച്ചു. ഈ വർഷം അത് 48 ആക്കി. 24ൻ്റെ ഇരട്ടി 48 ആക്കി. എങ്കിലും നമ്മുടെ ഇന്ത്യക്ക് ആ 48-ൽ ഒന്നാകാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ളത് ഏത് രാജ്യത്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഫുട്ബോൾ കളി കാണുന്നത് ഏത് രാജ്യത്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഫുട്ബോൾ കളി കാണുന്നതും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ചൈനയിലാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ. ഈ ലോകത്തിലെ നമ്പർ 2 സ്ഥാനമുള്ള ഫുട്ബോൾ ആരാധകരുള്ള, ഫുട്ബോൾ കളിക്കുന്ന ഈ രാജ്യത്ത് ഫുട്ബോളിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എത്ര രൂപ ചിലവാക്കുന്നു? കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് ആകെ ചിലവാക്കിയിരിക്കുന്നത് ഏകദേശം 24-25 കോടി രൂപയാണ്. ക്രിക്കറ്റിന് വേണ്ടിയോ 1000 കോടിക്ക് മുകളിലാണ് ചിലവാക്കുന്നത്. അപ്പോൾ 25 കോടി അവിടെ കിടക്കുന്നു, 1000 കോടി അവിടെ കിടക്കുന്നു. പിന്നെ ഗവൺമെൻറ് ന്യായീകരണമുണ്ട്. BCCI, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ, അവർക്ക് ഒരുപാട് കാശുണ്ട്, അവർ സമ്പന്നരാണ്. ആ ബോർഡിന് സർക്കാർ ചിലവാക്കുന്നതല്ല. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവുന്നില്ല? എന്താണ് ഫുട്ബോൾ ഫെഡറേഷൻ എപ്പോഴും ഒരു പാവപ്പെട്ട ഫെഡറേഷനായിട്ട് നിൽക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ടും കൂടിയാണ് എപ്പോഴും ഇങ്ങനെ ഒരു അധോഗതി കിടക്കുന്ന ഈ ഫുട്ബോൾ. നമുക്ക് ക്രിക്കറ്റ് മാത്രം കളിച്ചാൽ മതി അല്ലേ? ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഫുട്ബോൾ കളി കണ്ടോട്ടെ എന്ന് കരുതി നാളെ അവധി കൊടുത്തിരിക്കുന്ന, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്ന ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ബാക്കി ആർക്കും തന്നെ യാതൊരു താല്പര്യവുമില്ല. നേരത്തെയൊക്കെ തെലങ്കാനയിലെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ KCR ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ സ്പോർട്സ് ഇവൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവധി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ VD സതീശൻ, അദ്ദേഹത്തിന് ഞാൻ ഒരു ലാൽ സലാം പറയുന്നു. കുട്ടികളോട് സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിരിക്കുന്നു. എല്ലാവർക്കും അവധി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആസ്വദിക്കട്ടെ, അധ്യാപകരും കൂടി ആസ്വദിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ഫുട്ബോളിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം കേരളം കൊടുക്കുന്ന പോലെ ഇപ്പോൾ ബംഗാൾ പോലും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സർക്കാരും കൊടുക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 25 കോടി രൂപ മാത്രമാണ് ഫുട്ബോളിന് വേണ്ടി ചിലവാക്കുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു അവധി കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഭാരത സർക്കാരെ എത്ര നന്നായിരുന്നു. കുറേ കൂടെയൊക്കെ സ്പിരിറ്റ് വരില്ലായിരുന്നു പിള്ളേർക്ക്, കളിക്കണമെന്നൊരു തോന്നൽ വരില്ലായിരുന്നു.
ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് മുകളിലിരിക്കുന്നവർ കൂടെ മനസ്സുണ്ടാകണം. അവർക്കൊക്കെ വെറും രാഷ്ട്രീയം മാത്രം കളിച്ചാൽ മതി.